സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ വ്യാപക നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അതിതീവ്ര മഴയിൽ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും അമ്പരപ്പിക്കുന്ന ദുരിതത്തിന്റെ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു. അതിതീവ്ര മഴ മുന്നറിയിപ്പിനെ തുടർന്ന് 8 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുകയാണ്. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. അതേസമയം മഴ കനത്ത സാഹചര്യത്തിൽ 9 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയും പ്രഖ്യാപിച്ചു. കനത്ത മഴയിൽ ഇടുക്കിയിലും കോട്ടയത്തും ഉരുൾപൊട്ടി. കുടയത്തൂർ അടൂർ മലയിൽ ഉരുൾപൊട്ടലുണ്ടായി. നിരവധി വീടുകളിൽ വെള്ളം കയറി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. ഇടുക്കിയിലെ പല പ്രദേശങ്ങളിലും കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ കനത്ത മഴ ആരംഭിച്ചിരുന്നു. ഇതിനിടയിലാണ് കുടയത്തൂർ 7-ാം വാർഡിലെ അടൂർ മലയിൽ ഉരുൾപൊട്ടിയത്. കോട്ടയം ജില്ലയുടെ മലയോര മേഖലകളിൽ പ്രളയ സമാനമായ സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. മണിമലയാറും മീനച്ചിലാറും കരകവിഞ്ഞൊഴുകുകയാണ്. കൊക്കയാർ പഞ്ചായത്ത്, മൂന്നിലവ് എന്നിവിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായി എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അതേസമയം വയനാട്ടിലേക്ക് പോവുകയാണെങ്കിൽ വയനാട് ജില്ലയിലെ അങ്കണവാടികൾ, മതപഠന ക്ലാസുകൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. റെസിഡൻഷ്യൽ സ്കൂളുകളിലും റെസിഡൻഷ്യൽ കോളേജുകളിലും അവധി ബാധകമല്ല. ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും കോളേജുകൾക്കും ശനിയാഴ്ചയ്ക്ക് ശേഷം പ്രത്യേക അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ അവധി തുടരുമെന്ന മുന്നറിയിപ്പാണ് ഉള്ളത്. മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ കോട്ടയം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും പല ജില്ലകളിലും വെള്ളക്കെട്ടുകളും അതീവ ദുരിതങ്ങളും അനുഭവിക്കേണ്ട അവസ്ഥയാണ്. മരങ്ങൾ കൊമ്പൊടിഞ്ഞു വീഴുകയും വൈദ്യുതി തടസ്സമുണ്ടാവുകയും വീടുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ വീഴുന്നതും തുടങ്ങിയ നാശനഷ്ടങ്ങൾ, പല വീടുകളിലും വെള്ളം കയറി എന്ന വാർത്തകൾ പുറത്തേക്ക് വരുന്നു. സംസ്ഥാനത്ത് വ്യാപക മഴയിൽ വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. വലിയ ജാഗ്രതയാണ് സംസ്ഥാനത്തുടനീളം ഇപ്പോൾ ഉള്ളത്.